ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ് ട്യൂട്ടർ. നമ്മള് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? സുഖമായിട്ട് ഇരിക്കുകയാണോ എല്ലാവരും? അപ്പൊ നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ അറിയോ? എയർ അറൌണ്ട് അസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം എയർ അറൌണ്ട് അസ്, നമുക്ക് ചുറ്റും ഉള്ള എയർ അല്ലെ, നമുക്ക് ചുറ്റുമുള്ള എയറിനെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എയർ അറൌണ്ട് അസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, നമുക്ക് ചുറ്റും എയർ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ചുറ്റും എയർ ഉണ്ട്. നിങ്ങൾക്ക് ആ എയർ കാണാൻ പറ്റുന്നുണ്ടോടാ? എയർ നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എയറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല അല്ലെ? നമുക്ക് എയറിനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ കൺഫേം ചെയ്യുക? നിങ്ങൾ എങ്ങനെ കൺഫേം ചെയ്തിട്ടാ പറയുന്നത് നിങ്ങൾക്ക് ചുറ്റും എയർ ഉണ്ടെന്നുള്ള കാര്യം? നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റാത്ത കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ കാണുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ, അല്ലാത്തത് ഞാൻ വിശ്വസിക്കില്ല, അങ്ങനത്തെ കുറെ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? സോ എയർ അറൌണ്ട് അസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഉള്ള എയറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ചുറ്റും എയർ ഉണ്ടെന്നാ പറയുന്നത്. ഈ എയറിനെ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് എയർ ഉണ്ട് എന്നുള്ളതിനുള്ള പ്രൂഫുകൾ നമുക്ക് ഡെയിലി ലൈഫിൽ കാണാൻ വേണ്ടി പറ്റും അല്ലെ? എയർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതിന്റെ പ്രൂഫ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് എയർ നിങ്ങളുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതിന്റെ പ്രൂഫായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങള്? എയർ നിങ്ങളുടെ ചുറ്റും ഉണ്ട് എന്ന് നമ്മൾ ഫാനിങ് ഒക്കെ ചെയ്യും അല്ലേ? നമുക്ക് നല്ല ചൂട് ക്ലൈമറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ കൈകൊണ്ട് വീശുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും അല്ലേ? നല്ലൊരു തണുപ്പ് കിട്ടും. എന്തുകൊണ്ടാ അത്? നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റ് ഫാനിങ് ചെയ്യുമ്പം, നമ്മൾ ജസ്റ്റ് ഒന്ന് വീശി കൊടുക്കുന്ന സമയത്ത് എന്താ അവിടെ നടക്കുന്നത്? എന്തോ ഒരു പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ? ചെറിയ പാർട്ടിക്കിൾസിന് എന്തോ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഒരു കൂളിംഗ് എഫക്ട് കിട്ടുമോ നമ്മൾ ചുമ്മാ ഫാനിങ് ചെയ്യുന്ന സമയത്ത്? ഇല്ല അല്ലെ? അപ്പം എയർ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫാനിങ് ഇഫക്റ്റ് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. വേറെയും കുറെ ഇഫക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ എയർ ഉണ്ട് എന്നുള്ളതിന്? നോക്കിക്കേ, ഇവിടെ എന്താ ഒരു പിക്ചർ കണ്ടോ നിങ്ങള്? ഒരു പിക്ചർ കണ്ടോടാ? ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ലീവ്സ് ഓഫ് ദ ട്രീ റസൽ ഇൻ വിൻഡ്. കാറ്റടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ട്രീ ഉണ്ടായിരുന്നു. ട്രീന്റെ ബ്രാഞ്ചസ് എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ് അല്ലെ? വിൻഡിന്റെ ഡയറക്ഷനിൽ ആ ട്രീസിന്റെ ബ്രാഞ്ചസ് മൂവ് ചെയ്യാണ്. ലീവ്സിനൊക്കെ മൂവ്മെന്റ് സംഭവിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? വിൻഡ് എന്ന് പറയുന്ന സാധനം എന്താണ്? വിൻഡ് സംഭവിക്കുന്ന സമയത്ത്, കാറ്റടിക്കുന്ന സമയത്ത് അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ? അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതാണ് എയർ നമുക്ക് ചുറ്റും ഉണ്ട്. വിൻഡ് എന്താ ചെയ്യുന്നേ? വിൻഡ് അടിക്കുന്ന സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെയുള്ള എയറിനൊരു മൂവ്മെന്റ് നടക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് കാണാൻ പറ്റുക ഈ ട്രീന്റെ ബ്രാഞ്ചസ് ഒക്കെ എന്ത് ചെയ്യും? റസൽ ഇൻ വിൻഡ് അല്ലെ? അതിങ്ങനെ ആടിക്കളിക്കും അല്ലെ? സോ അതാണ് എയർ എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൂഫാണ് എന്ത്? ഈ ലീവ്സ് ഓഫ് ദ ട്രീ റസൽ ഇൻ വിൻഡ്. കാറ്റടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇല കൊഴിയുന്നുണ്ട് അല്ലെ? ഒക്കെ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? വിൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് അല്ലേടാ അത്? ഓക്കെ, ഇത് നിങ്ങൾ കണ്ടോ? ക്ലോത്ത്സ് ഹാങ്ങിങ് ഓൺ എ ക്ലോത്ത് ലൈൻ സ്വേ. കണ്ടോ? ക്ലോത്ത് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന ക്ലോത്ത് അങ്ങനെ തന്നെ വിരിച്ച പോലെയാണോ നിൽക്കുക കാറ്റടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴും ക്ലോത്തിന് ചിലപ്പോൾ ചെറിയ മൂവ്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ വിരിച്ചിട്ട ക്ലോത്ത് ആണെങ്കിൽ പോലും മൂവ്മെന്റ് കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാ? അത് എന്താ? എയറിന്റെ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മള് ക്ലോത്ത് വിരിച്ചിട്ടപടിയല്ലല്ലോ നമ്മൾ പിന്നെ കാണുന്നത്. സോ അവിടെ എന്തുണ്ട്? എയർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് എന്തടാ? ക്ലോത്ത്സ് ഹാങ്ങിങ് ഓൺ എ ക്ലോത്ത് ലൈൻ സ്വേ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെയും എന്താണ്? എയർ അറൌണ്ട് അസ്, നമുക്ക് ചുറ്റും ആരുണ്ട്? എയർ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടോ? പേജസ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് ബിഗിൻ ഫ്ലട്ടറിങ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാനൊരു റൂമില് എന്റെ ബുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചുമ്മാ ഞാൻ ഫാൻ ഇട്ടിട്ട് പോയതാ. ഞാൻ ഫാൻ റൂമിൽ ഇട്ടിട്ട് പോയതാ. കുറച്ച് കഴിഞ്ഞ് ഫാൻ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പം എന്റെ പേജസ്, എന്റെ ബുക്കിലെ പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലട്ടറിങ് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലട്ടറിങ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ പേജസ് ഇങ്ങനെ മറിഞ്ഞ് പോകുന്നത്? നമ്മൾ ഫാൻ ഓൺ ചെയ്ത സമയത്ത് അവിടെ എന്താണ്? ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. എന്തിന്റെ? എയറിന്റെ മൂവ്മെന്റ് കാരണമാണ്
ഈ പേജസ് ഇങ്ങനെ ടേൺ ഓൺ ആയി പോകുന്നത്. കാരണം അവിടെ എയർ ഉണ്ട്, ആ റൂമിനകത്ത് എയർ ഉണ്ട്. ഈ ഫാൻ കറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് സംഭവിച്ചിട്ട് അവിടെ ഒരു പ്രസൻസ് ഓഫ് എയറിനെയാണ് അത് കാണിക്കുന്നത്. അല്ലാതെ ഞാൻ പറയോ ഈശ്വര അവിടെ പ്രേതം വന്നു പോയി എന്ന് പറയോ? ഇല്ല അല്ലെ, അവിടെ എയർ ഉള്ളത് കൊണ്ടാണ് ഫ്ലട്ടറിങ് ഓൺ ദി പേജസ് അല്ലെ, ബുക്കില് ഫ്ലട്ടറിങ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്, എയറിന്റെ മൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ നമ്മൾ അങ്ങനെ കുറെ എക്സാമ്പിൾസ് കണ്ടു അല്ലെ. ഫ്ലൈയിങ് ഓഫ് കൈറ്റ്സ് അല്ലെ, കളിച്ചിട്ടുണ്ടോ? പട്ടം വെച്ചിട്ട് കളിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെറുപ്പത്തില്? ഇപ്പോഴും കളിക്കുന്നുണ്ടോ? നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോയിട്ട് നല്ല രസമാണല്ലേ, ബീച്ചില് ഒക്കെ പോയിട്ട് പട്ടം പറത്തി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൈറ്റിനെ അങ്ങ് ഫ്രീ ആയിട്ട് വിടുകയാണ് അല്ലെ. കൈറ്റിനെ ഫ്രീ ആയിട്ട് വിടുന്ന സമയത്ത് കൈറ്റ് മേലെ പോയിട്ട് എന്ത് ചെയ്യാണ്? ഡാൻസ് ചെയ്യാണ്. എങ്ങനെയാ ഡാൻസ് ചെയ്യുന്നത്? കൈറ്റ് വെറുതെ വെച്ചിരിക്കുന്ന കൈറ്റിനെ അവിടെ തന്നെ നിന്നാ പോരെ? നമ്മളൊരു ടേബിൾ ഒക്കെ വെക്കുന്ന പോലെ നമ്മൾ കൈറ്റിനെ വിടുന്ന സമയത്ത് കൈറ്റ് എന്താ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത്? എന്തുകൊണ്ടാ? അവിടെ എയറിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ. എയറിന്റെ പ്രസൻസ് കാരണം അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. സോ ഫ്ലൈയിങ് ഓഫ് കൈറ്റ്സ് എന്ന് പറയുന്നതും എയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ കൈറ്റ്? ഓക്കെ, ബീച്ച് സൈഡിൽ കുറെ കുട്ടികളുണ്ട് അല്ലെ, ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് ബീച്ച് സൈഡിൽ. പിന്നെ നമ്മൾ പഠിച്ചൊരു മെത്തേഡ് ഓഫ് സെപ്പറേഷനിൽ നമ്മൾ എയറിന്റെ പ്രസൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏത് മെത്തേഡാണ്? വിനോയിങ് എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ വിനോയിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ എന്താണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? വിൻഡിന്റെ ഡയറക്ഷൻ ആയിരുന്നു അല്ലെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിൻഡിന്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഈ ഗ്രെയിൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡും സോഡസ്റ്റും അല്ലെങ്കിൽ സാൻഡും സോഡസ്റ്റും തമ്മിലുള്ള ഒരു സാധനം സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ അത് എടുത്തു. ഓൾസോ നമ്മൾ ഈ എന്താ പറയാ, നല്ല ഹസ്കും ഗ്രെയിനും സെപ്പറേറ്റ് ചെയ്യാനും സാൻഡും സോഡസ്റ്റും തമ്മിൽ ഇതേപോലെ തന്നെ ഇവിടെ നമ്മള് ഈ മിക്സ്ചറിന് പകരം നമ്മള് സാൻഡും സോഡസ്റ്റും വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്ന, ആ മെത്തേഡിൽ എന്താ ചെയ്തിരുന്ന, ആ ഒരു സ്റ്റൂള് വെച്ചിട്ട് അതിന്റെ മേലെ കയറി നിന്നിട്ട് എന്ത് ചെയ്തു, നമ്മള് ഷോൾഡർ ലെവലിൽ നമ്മള് സാൻഡ് ആൻഡ് സോഡസ്റ്റിന്റെ മിക്സ്ചർ പിടിച്ചു. ഇവിടെയാണെങ്കിൽ നമ്മളെ സീഡ്സ്, അതായത് ഹസ്കും ഗ്രെയിനും ഉള്ള സീഡ്സ് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുത്തു, ടിൽറ്റ് ചെയ്ത് കൊടുത്തു, അല്ലെ ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്ത്. ആ സമയത്ത് നമ്മൾ കാറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെ തന്നെയും അവിടെ എയറിന്റെ മൂവ്മെന്റ്, വിൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ വിൻഡിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾ അല്ലെ, വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ആ ഡയറക്ഷനിൽ അങ്ങ് പോകും. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഹസ്ക് പോകുന്ന കണ്ടില്ലേ, ഹസ്ക് ആ ഡയറക്ഷനില്, വിൻഡിന്റെ ഡയറക്ഷനിൽ ഹസ്ക് പോവും. ആൻഡ് ഈ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹീപ്പ് ആയിട്ട്, ഗ്രെയിൻസ് എന്താ ഇവിടെ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് അല്ലെ. ആ ഹെവിയർ ആയിട്ടുള്ള ഗ്രെയിൻസ് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹീപ്പ് ഫോം ചെയ്യും. ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള ഹസ്ക് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ആ വിൻഡിന്റെ ഡയറക്ഷനിൽ പോവും. അപ്പം ഈ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ അല്ലെ, വിനോയിങ് എന്ന് പറയുന്ന ഈ മെത്തേഡ് ഓഫ് സെപ്പറേഷനും എന്തിന്റെ എക്സാമ്പിൾ ആണടാ, എന്തിന്റെ എക്സാമ്പിൾ ആണടാ, എന്തിന്റെ പ്രൂഫ് ആണടാ, എയർ എക്സസ് ചെയ്യുന്നതെന്നുള്ളതിന്റെ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണല്ലേ നമ്മൾ ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. റെഡി അല്ലേടാ? റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ആൻഡ് ഇതുപോലെ തന്നെയാണല്ലേ നമ്മൾ സാൻഡും സോഡസ്റ്റും ചെയ്യുന്ന സമയത്ത്. സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോഡസ്റ്റ് എന്താടാ? ഈർച്ചപ്പൊടിയാണല്ലേ സോഡസ്റ്റ്. നമ്മളെ ഈ മരത്തിന്റെ ഒക്കെ വേസ്റ്റസ്, അല്ലെങ്കിൽ നമ്മൾ ഷാർപ്പനർ, പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഇല്ലേ, ബാക്കി കിട്ടുന്ന ഒരു സാധനം ഇല്ലേ, അതിനെയാ സോഡസ്റ്റ് എന്ന് പറയാം അല്ലെ. അതാണ് ഈർച്ചപ്പൊടി. ഈർച്ചപ്പൊടിയാണ് എന്ത്, സാൻഡും സോഡസ്റ്റും. ആ ഒരു സാൻഡ് എന്ന് പറഞ്ഞാൽ മണലല്ലേ, അപ്പൊ അതിന്റെ രണ്ടിന്റെ മിക്സ്ചറില് ഹെവി ആയിട്ടുള്ള സാൻഡ് എന്ത് ചെയ്യും, ഇതേ മെത്തേഡിൽ വിനോയിങ് ചെയ്യുന്ന സമയത്ത് സാൻഡ് പാർട്ടിക്കിളിന് നമുക്ക് ഇവിടെ കിട്ടും. ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള സോഡസ്റ്റിന് നമുക്ക് ഇങ്ങനെ പോകുന്ന വിൻഡിന്റെ ഡയറക്ഷനിൽ ആര് പോവും, സോഡസ്റ്റ് മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് സാൻഡിന്റെയും സോഡസ്റ്റിന്റെയും മിക്സ്ചർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരുന്ന മെത്തേഡ്. അവിടെയും നമ്മൾ ആരെ യൂസ് ചെയ്തു, നമ്മൾ എയറിന്റെ മൂവ്മെന്റ് യൂസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മുടെ പ്രസൻസ് ഓഫ് എയർ ആണ് അവിടെയും കൺഫേം ചെയ്യുന്നുണ്ട്. ഇതെന്താടാ, നിങ്ങൾ പോയിട്ടുണ്ടോ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് അല്ലെ, പമ്പരം കറക്കുന്ന സാധനമാണല്ലേ. എന്താ ഇത്? വർണ്ണക്കടലാസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുക അല്ലെ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉത്സവ പറമ്പില്, ബീച്ചിന്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ സാധനം ഉണ്ടാവും അല്ലെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിലപ്പം സ്റ്റേബിൾ ആക്കി വെച്ച്, ഇതൊന്ന് പിടിച്ചിട്ട് സ്റ്റേബിൾ ആക്കി വെച്ച സമയത്ത് അവിടെ കാറ്റ് വീശുന്നുണ്ടെന്ന് വിചാരിച്ചോ, ആ ഡയറക്ഷനിൽ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് കറങ്ങും അല്ലേ, ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ഈ സാധനം ഞാൻ പിടിച്ചിട്ട്
ജസ്റ്റ് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ആക്കി കളിച്ചു കഴിഞ്ഞാലും ഈ സാധനം ഇരുന്ന് കറങ്ങും അല്ലെ, പമ്പരം കറങ്ങുന്ന പോലെ ഇത് കറങ്ങും. എന്തുകൊണ്ടാണ് ഇത് കറങ്ങുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇത് കറങ്ങുന്നത്? അവിടെ എയർ ഉണ്ട് അല്ലെ, അപ്പം എയറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് കറങ്ങുന്നത് അല്ലെ. അപ്പം ആ ഒരു എയറിന്റെ ഒരു എക്സിസ്റ്റൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എയറിന്റെ പ്രസൻസ് വെച്ചിട്ട് നമ്മൾ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത്, ഈ പമ്പരം കറങ്ങുന്ന സാധനം അല്ലെ. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്, എയറിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടല്ലേ എയറിന്റെ പ്രസൻസ്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ കണ്ടോ, വെതർ കോക്ക്. ഈ വെതർ കോക്കിന്റെ പ്രത്യേകത എന്താ? ഒരു കോഴീനെ കണ്ടോ? അപ്പം വെതർ കോക്കിന്റെ പ്രത്യേകത എന്താ? ഇത് ഇറ്റ് ഷോസ് ദി ഡിറക്ഷൻ ഇൻ വിച്ച് ദ എയർ ഈസ് മൂവിങ് ദാറ്റ് പ്ലേസ്. അപ്പം ഏത് ഡയറക്ഷനിലാണോ ആ പ്ലേസിൽ എയറിന്റെ മൂവ്മെന്റ്, ആ ഡയറക്ഷനിലേക്കായിരിക്കും ഇതിന്റെ ആരോ ഹെഡ് ഉണ്ടാവുക. ഓക്കെ, സോ അതാണ് ഒരു വെതർ കോക്ക്. അപ്പം എയറിന്റെ ഡയറക്ഷൻ, വിൻഡിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, വെതർ കോക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ വിൻഡിന്റെ ഡയറക്ഷൻ അത് ഈ വെതർ കോക്ക് നമുക്ക് കാണിച്ചു തരും. സോ എയറിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ എയറിന്റെ പ്രസൻസ് നമ്മൾ കാണാൻ പറ്റുന്ന ഡെയിലി ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസ് പറഞ്ഞു അല്ലെ. ഏതൊക്കെയാ പറഞ്ഞത്? നമ്മള് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രീന്റെ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നത്, വീശുന്നുണ്ട് അല്ലെ. പിന്നെ ക്ലോത്ത്സ് ഒക്കെ വിരിച്ചിട്ട ക്ലോത്ത്സിലുള്ള വ്യത്യാസങ്ങള്, പിന്നെയോ ബുക്കിന്റെ പേജസ് ഫ്ലട്ടറിങ് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. ഇതൊക്കെ, അല്ലെങ്കിൽ പമ്പരം കറങ്ങുന്നത്, കൈറ്റ്സ് വെച്ചിട്ട് പ്ലേ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മള് എയറിന്റെ പ്രസൻസ് കാണുന്ന എക്സാമ്പിൾസ് ആണ് അല്ലെ. ഓക്കെ, ആൻഡ് വെതർ കോക്ക് എന്തിനു നമ്മൾ സാൻഡും സോഡസ്റ്റും തമ്മിലുള്ള സെപ്പറേഷൻ, അല്ലെങ്കിൽ ഗ്രെയിൻസിന്റെ സെപ്പറേഷൻ, ഹസ്കു ആയിട്ടുള്ള സെപ്പറേഷൻ, ഇതൊക്കെ നമ്മള് എയറിന്റെ പ്രസൻസ് കാണിക്കുന്ന ഇൻസിഡൻസ് ആണ് അല്ലെ. ആൻഡ് വെതർ കോക്ക് അല്ലെ, ഇത് ഡിറക്ഷൻ ഓഫ് വിൻഡ് നമുക്ക് കാണിച്ചു തരും. ഇനി ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ചുറ്റും എയർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, നമുക്ക് ചുറ്റും എപ്പോഴും എയർ ഉണ്ടോ? എപ്പോഴും നമുക്ക് ചുറ്റും എയർ ഉണ്ടോ? നിങ്ങക്ക് എന്താ തോന്നുന്നേ? എപ്പോഴും നമ്മുടെ ചുറ്റും എയർ ഉണ്ടോ? ഉണ്ടാവോ ഇല്ലയോ? ഞാനൊരു എംപ്റ്റി ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുത്തു. എന്താ എടുത്തത്? എംപ്റ്റി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഞാൻ എടുത്തു. ആ ബോട്ടിൽ നോക്കുമ്പോ എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല അല്ലെ, എംപ്റ്റി ആണ്, ഒന്നും കാണാൻ പറ്റില്ല. ഞാനപ്പൊ എന്താ ചെയ്തതെന്നറിയോ? ഈ ഒരു എംപ്റ്റി ആയിട്ടുള്ള ബോട്ടിലിനെ ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ വാട്ടറിന്റെ അകത്തേക്ക് ഞാൻ ഈ എംപ്റ്റി ആയിട്ടുള്ള ബോട്ടിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇങ്ങനെ തല തിരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കമിഴ്ത്തി വെക്കുകയാണ്. ഓക്കെ, ഈ വെള്ളത്തിനകത്തേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ, കുളിക്കുന്ന സമയത്തൊക്കെ മഗ് എടുത്ത് ബക്കറ്റിന്റെ അകത്തേക്ക് അമർത്തി നോക്കിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ചെറുപ്പത്തില്? സോ അതുപോലെ ഞാൻ ഈ ബോട്ടിൽ എന്ത് ചെയ്തു, ഈ വാട്ടറിന്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത്, കമിഴ്ത്തി വെച്ചിട്ട് ഡിപ്പ് ചെയ്തു. ഒരു പോയിന്റ് എത്തിയ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫർദർ മൂവ്മെന്റ് പോസിബിൾ ആവുന്നില്ല അല്ലെ. അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു അല്ലെ, അവിടെ ഒരു ബ്ലോക്ക് വന്നു. എനിക്ക് പിന്നെ കൂടുതൽ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എത്ര ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അമർത്തി താഴ്ത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ എനിക്ക് എന്തോ ഒരു വശപ്പശക്ക് തോന്നി അല്ലെ, എന്തോ ഒരു മിസ്റ്റേക്ക്. എന്ത് പറ്റി? എന്തുകൊണ്ട് എനിക്ക് ബ്ലോക്ക് ഫീൽ ചെയ്തത്? എനിക്ക് ഫർദർ മൂവ്മെന്റ് എന്താ പോസിബിൾ ആവാതിരുന്നത്? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്തു, ഒന്ന് ചരിച്ചു കൊടുത്ത്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഇതിനകത്തേക്ക് ഫുൾ എന്ത് ചെയ്തു, വെള്ളം കയറി. അല്ലെങ്കിൽ ഫുള്ള് കേറിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചെന്തോ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ടിൽറ്റ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? ഫുള്ളായിട്ടുള്ള വെള്ളം എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് കയറി. കൂടാതെ എനിക്ക് കുറച്ച് ബബിൾസ് ഇങ്ങനെ എസ്കേപ്പ് ആവുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റി. ഓക്കെ, കുറച്ച് ബബിൾസ് എസ്കേപ്പ് ആവുന്നതും കാണാൻ പറ്റി. പ്ലസ് ഇതിനകത്ത് വെള്ളം കയറുകയും ചെയ്തു. സോ ഇതാണ് എന്റെ ഒബ്സർവേഷൻ. സിമ്പിൾ ആയിട്ട് ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ചുറ്റും എല്ലായിടത്തും എയർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തതാണ്. അതിനകത്ത് എന്താ ഞാൻ ചെയ്തത്, ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഞാൻ നന്നായിട്ട് നോക്കി. ഈ ബോട്ടിലിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ, ഞാൻ അറിയാതെ കയറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. ഒന്നുമില്ല, എംപ്റ്റി ആണ്. എംപ്റ്റി ആയിട്ടുള്ള ഈ ഗ്ലാസ്, ഈ ബോട്ടിൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളത്തിനകത്തേക്ക് ഞാൻ ഡിപ്പ് ചെയ്ത് നോക്കി. ഡിപ്പ് ചെയ്ത സമയത്ത് എന്താ, എനിക്കൊരു
ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു, ഫെർദർ മൂവ്മെന്റ് ഇതിന് പോസിബിൾ ആയില്ല. ഞാൻ അപ്പൊ എന്ത് ചെയ്തു, ഒരു സൈഡ് വൈസ് ടിൽട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ചരിച്ചു വെച്ചിട്ട് നോക്കിയപ്പോ സമയത്ത് ഇതിനകത്തേക്ക് വെള്ളം കയറുകയും ചെയ്യുന്നുണ്ട്, പ്ലസ് ഇതിനകത്തുനിന്ന് കുറെ ബബിൾസ് ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ സിമ്പിൾ എക്സ്പെരിമെന്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എയർ ദാറ്റ് വാസ് പ്രസന്റ് ഇൻ ദ ബോട്ടിൽ. എന്താ സംഭവിച്ചത്? ഞാൻ എംപ്റ്റി ആന്ന് വിചാരിച്ചിരുന്ന ബോട്ടിലിനകത്ത് എന്തുണ്ടായിരുന്നു? എയർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എംപ്റ്റി ആന്ന് വിചാരിച്ചു, പക്ഷെ ആ ബോട്ടിലിനകത്ത് എയർ ഉണ്ടായിരുന്നു. ആ എയർ ആണ് ഈ വഴി എന്ത് ചെയ്തിരുന്നത്? എസ്കേപ്പ് ആയി പോയത്. ഇതിനകത്ത് ഓൾറെഡി എയർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എയർ നിൽക്കുക, എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ഒന്നുമില്ല, പക്ഷെ ഇതിനകത്ത് എയർ ഉണ്ട്. ഈ എയർ എന്ത് ചെയ്തു? ഞാൻ വെള്ളത്തിൽ മുക്കി നോക്കി, വെള്ളം ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ നോക്കിയ സമയത്ത് എന്താ സംഭവിച്ചത്? ഇതിനകത്ത് എയർ ഇരിക്കുമല്ലേ, എയർ ഇരിക്കാൻ എയറിന് സ്ഥലം വേണ്ടേ, എയറിന് ഇരിക്കാൻ സ്ഥലം വേണ്ടേ? ആ സമയത്ത് ഞാൻ ഇതിനകത്ത് വെള്ളം കയറ്റി കൊടുത്തു കഴിഞ്ഞാല് എയർ എങ്ങോട്ട് പോവും? എയറിന് പോവാൻ സ്ഥലമില്ല, എയറിന് പോവാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ടൈറ്റ് ആയി നിൽക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്തു, ഒന്ന് ചരിച്ചു കൊടുത്ത സമയത്ത് എന്താ, എയറിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ഈ ബബിൾസ് ആയിട്ട് പോകുന്ന കണ്ടില്ലേ? അപ്പം എയർ എന്ത് ചെയ്തു? എസ്കേപ്പ് ചെയ്തു. എയർ എസ്കേപ്പ് ചെയ്ത സമയത്ത് എന്താ, ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റി? വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റി, വെള്ളം കയറാൻ തുടങ്ങി. എയറിന് അവിടെ ഇരിക്കുന്ന എയറിനെ എസ്കേപ്പ് ചെയ്യാൻ വിട്ട സമയത്ത് അതിനകത്ത് വെള്ളം കയറി. അല്ലാതെ എന്താണ്, ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല. കാരണം അവിടെ എയറിന് നിൽക്കേണ്ട സ്പേസേ ഉള്ളൂ അല്ലെ. ഈ ബോട്ടിലിനകത്ത് എംപ്റ്റി ആയിട്ടുള്ള ഈ ബോട്ടിലില് എയറിന് നിൽക്കണമായിരുന്നു. സോ എയറിനുള്ള സ്പേസ് ആണ്. ഞാനൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത്, ഒന്ന് ചരിച്ചു കൊടുത്ത സമയത്ത് എന്താ സംഭവിച്ചത്? ആ സ്പേസിനകത്ത് ആര് കയറിയിരുന്നു? വാട്ടർ കയറി. എയറിന്റെ ബബിൾസ് ആയിട്ട് എയർ എന്ത് ചെയ്തു? എസ്കേപ്പ് ചെയ്തു. ഓക്കെ, so it is air that was present in the bottle. The bottle was not empty at all. ആ ബോട്ടിൽ എംപ്റ്റി ആയിരുന്നില്ല. ആ ബോട്ടിലിനകത്ത് ആരുണ്ടായിരുന്നു? എയർ ഉണ്ടായിരുന്നു. In fact, it was filled completely with air even when you turned it upside down. ഞാന് ഈ ബോട്ടിലിനെടുത്ത് തല തിരിച്ചു വെച്ചപ്പോഴും അതിനകത്ത് ആരുണ്ടായിരുന്നു? അതിനകത്ത് എയർ ഉണ്ടായിരുന്നു. ഓക്കെ, this is why you notice that water does not enter the bottle when it is pushed in an inverted position, as there were no space for air to escape. എയറിനെ എസ്കേപ്പ് ചെയ്യാൻ സ്പേസ് ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? വെള്ളം കയറാൻ വേണ്ടി പറ്റിയില്ല, വെള്ളത്തിന് കയറാൻ വേണ്ടി പറ്റിയില്ല. And when the bottle was tilted ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? When the bottle was tilted, the air was able to come out in the form of bubbles and water filled up the empty space that the air has occupied. Okay, so when the bottle was tilted, the air was able to come out in the form of bubbles and water filled up the empty space that the air has occupied. അപ്പൊ ഞാൻ ബോട്ടിൽ ടിൽറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് ഇതിനകത്ത് വെള്ളം കയറുകയും ചെയ്തു. ഇതിനകത്ത് ഓക്യുപ്പൈ ചെയ്തിരുന്ന എയർ ബബിളായിട്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യുകയും ചെയ്തു. സോ അതാണ് എന്ത് പറയുന്നത്? എയർ ഇസ് പ്രസന്റ് എവ്രിവെയർ അറൗണ്ട് us. എല്ലായിടത്തും എനിക്ക് ചുറ്റും എയർ ഉണ്ടോ? എയർ ഉണ്ട് അല്ലേ മക്കളെ? അതുകൊണ്ടല്ലേ ഞാൻ എംപ്റ്റി ആയിട്ട് ഒരു ബോട്ടിൽ എടുത്ത സമയത്ത് പോലും അതിനകത്ത് ആരുണ്ടായിരുന്നു? അതിനകത്ത് എയർ ഉണ്ടായിരുന്നു. സോ ഇതാണ് നമുക്ക് ചുറ്റും ആരുണ്ടെന്ന് പറയാൻ കാരണം, നമുക്ക് ചുറ്റും എയർ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള റീസൺ അല്ലെ. നമ്മൾ എംപ്റ്റി ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് പോലുമില്ല അല്ലെ, ആ എംപ്റ്റി ബോട്ടിലിനകത്ത് എയർ ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് നിന്ന് ബബിളായിട്ട് എസ്കേപ്പ് ചെയ്യുന്നത് കണ്ടത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിനകത്ത് ആരുണ്ടെന്ന്, അതിനകത്ത് എയർ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായത്. ക്ലിയർ അല്ലേടാ? സോ this activity shows that air occupies space. ഇമ്പോർട്ടന്റ് ആണേ. എയറിന് എന്ത് വേണം? ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? എയറിന് നിൽക്കാൻ വേണ്ട സ്ഥലം വേണം. എയറിന്റെ സ്ഥലത്തേക്ക് നേരത്തെ നല്ല അപ്പോ ഡൗൺ ആയിട്ട് നമ്മള് വെള്ളത്തിനകത്തേക്ക് വെച്ച സമയത്ത് എയറിന് നിൽക്കാൻ സ്ഥലം വേണം. അപ്പൊ എയറിന്റെ സ്ഥലത്തേക്ക് ആര് കയറില്ല? വെള്ളം കയറില്ല. എയറിന് നിൽക്കാൻ സ്ഥലം വേണ്ടത് കൊണ്ടാണ് വെള്ളം കയറാതിരുന്നത്. ഒന്ന് ജസ്റ്റ് ടിൽറ്റ് ചെയ്ത സമയത്ത് എയർ ബബിളായിട്ട് എസ്കേപ്പ് ചെയ്ത സമയത്ത് അവിടെ സ്പേസ് കിട്ടി. ആ സ്പേസിലേക്കാണ് വെള്ളം കയറിയത്. അപ്പം എയറിന് നിൽക്കാൻ വേണ്ട
സ്ഥലം വേണം. ആ എയർ അവിടെ ഉണ്ട്, അതൊരു എംപ്റ്റി ആയിട്ട് നമുക്ക് തോന്നും അല്ലേ? ഒരു ബോട്ടിൽ കാണുന്ന സമയത്ത് അത് എംപ്റ്റി ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ആ സ്ഥലത്ത് ആര് നിൽക്കുന്നുണ്ട്? എയർ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇറ്റ് ഫിൽസ് ഓൾ ദി സ്പേസ് ഇൻ ദി ബോട്ടിൽ, ഇറ്റ് ഈസ് പ്രസന്റ് എവ്രിവെയർ അറൗണ്ട് us. നമ്മുടെ ഏതൊരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ആരുണ്ടടാ? നമുക്ക് ചുറ്റും എയർ ഉണ്ട്. ഓക്കെ, എയർ ഹാസ് നോ കളർ. എയറിന്റെ കളർ എന്താ? എയറിന് കളർ ഉണ്ടോ? എയർ മഞ്ഞ കളറിലാണോ, ചുവപ്പ് കളറിലാണോ, പച്ച കളറിലാണോ, നീല കളറിലാണോ? ഏത് കളറാ എയറിനുള്ളത്? എയറിന് ഏത് കളറാ ഉള്ളത്? എയറിന് കളർ ഇല്ല. നമുക്ക് കാണുന്ന എയറിന് കളർ ഇല്ല. അതുകൊണ്ടാണ് എയർ ട്രാൻസ്പെറന്റ് അല്ലെ? നമുക്ക് ചുറ്റും എയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഈ പേന ഇവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈ പേനയെ കാണാൻ പറ്റും. കാരണം എന്താ? എയർ എന്ന് പറയുന്ന ഈ പേനയും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ എന്തുണ്ടടാ? എയർ ഉണ്ട് അല്ലെ? നമുക്ക് ചുറ്റും എയർ ഉണ്ട് എന്ന് പറയുമ്പോ ഇവിടെ ഒക്കെ എയർ ഇല്ലേ? എന്റെ സറൗണ്ടിങ്സിലൊക്കെ എയർ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പേന ഇവിടെ വെച്ചിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഈ പേന കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീൻ എയർ ഇല്ലേ? ഇതിന്റെ ഇടയിൽ ഞാനും എന്റെ കണ്ണുകളും പേനയും തമ്മിൽ എയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? എല്ലായിടത്തും എയർ ഉണ്ട്, ഈ ഡിസ്റ്റൻസിലും എന്തുണ്ട്? എയർ ഉണ്ട്. എയർ ഉണ്ടല്ലോ, അത് പറഞ്ഞത് ക്ലിയർ ആണല്ലോ. എല്ലായിടത്തും എയർ ഉണ്ട്, ഞങ്ങൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിലും എന്തുണ്ട്? എയർ ഉണ്ട്. ഞാനും ഈ പേനയും തമ്മിലുള്ള ഡിസ്റ്റൻസിലും എയർ ഉണ്ട്. എന്റെ കണ്ണുകളും ഈ പേനയും തമ്മിലുള്ള ഡിസ്റ്റൻസിലും എന്തുണ്ട്? എയർ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഈ പേനയെ കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? എനിക്ക് ഈ പേനയെ, ഞങ്ങൾ തമ്മിൽ എയറിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ പേനയെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഞാൻ ഈ കൈ ഇതിന്റെ ഇടയിൽ വെക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ഞാൻ എന്റെ ഹാൻഡ് പ്ലേസ് ചെയ്യുക, എന്റെ പാം പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിനെ ഫെർദർ കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ? എനിക്ക് എന്റെ പാം മാത്രമേ കാണാൻ പറ്റുള്ളൂ, എനിക്ക് എന്റെ കൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ, എന്റെ ഹാൻഡ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഈ പേന എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു അല്ലെ? പക്ഷെ എയർ മാത്രം ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാണാനും പറ്റി. ദാറ്റ് മീൻസ് എയർ എന്ന് പറയുന്നത് എന്താണ്? ആ മീഡിയം എന്ന് പറയുന്നത് ട്രാൻസ്പാരന്റ് അല്ലെ? എയർ എന്ന് പറയുന്ന മീഡിയം ട്രാൻസ്പാരന്റ് ആണ് അല്ലെ? അവിടെ എന്നല്ല, ഒപ്പാക്ക് അല്ല, ഒപ്പാസിറ്റി ഉണ്ടാക്കുന്നില്ല. ഇതൊരു ട്രാൻസ്പാരന്റ് ആണ്. എനിക്ക് പേനയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവൺ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ബിറ്റ്വീൻ us അല്ലെ? ഞങ്ങളുടെ ഇടയിൽ എയർ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ പേനയെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താന്നാ? എയർ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മീഡിയം ആണ്. എയർ ട്രാൻസ്പാരന്റ്, ഗ്ലാസ് പോലെ തന്നെ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ പോലെ തന്നെ എന്താണ്? എയർ എന്താണ്? ട്രാൻസ്പാരന്റ് ആണ്. അതിന് പച്ച കളറോ മഞ്ഞ കളറോ ഒന്നുമില്ല. എയർ എന്ന് പറയുന്നത് കളർ ഇല്ലാത്ത ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എയർ എനിക്ക് ചുറ്റും എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? എയർ ഹാസ് നോ കളർ ആൻഡ് വൺ ക്യാൻ സീ ത്രൂ ഇറ്റ് അല്ലെ? അതിൽ കൂടെ കാണാൻ പറ്റും. എയറിന്റെ ഉള്ളിൽ കൂടെ ഞാനും TV കാണാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യാന്ന് വിചാരിച്ചോ, എനിക്ക് ആ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? പക്ഷെ ഇൻ ബിറ്റ്വീൻ അവിടെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ, ഞാൻ കൈ കൊണ്ട് മറച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആ സ്ക്രീൻ കാണാൻ വേണ്ടി പറ്റില്ല. അല്ലാത്ത പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഫോണിൽ നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും അല്ലെ? നിങ്ങൾ ക്ലാസ് കാണുന്നത് പോലെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ എയർ ഉണ്ട്, എന്നിട്ട് പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് എയർ ഈസ് ട്രാൻസ്പാരന്റ്. എയർ എന്താണ് മക്കളെ? ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മീഡിയം ആണ് അല്ലെ? എയർ ഹാസ് നോ കളർ ആൻഡ് വൺ ക്യാൻ സീ ത്രൂ ഇറ്റ്. ഇറ്റ് ഈസ് ട്രാൻസ്പാരന്റ്. എയർ ഈസ് എവ്രിവെയർ അല്ലെ? എല്ലായിടത്തും എന്തുണ്ട്? എയർ ഉണ്ട് അല്ലെ? ചുറ്റും എയർ ഉണ്ട് അല്ലെ? ഇതെന്താ പറക്കുന്നൊക്കെ കണ്ടോ നിങ്ങൾ? ഇമേജ് കണ്ടോ നിങ്ങൾ? നമുക്ക് ചുറ്റും എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പം നമുക്ക് ചുറ്റും എയർ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് ചുറ്റും ദൂരെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ എയർ ഉണ്ടോ? എല്ലായിടത്തും എയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ചുറ്റും എയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ചുറ്റും എവിടെ വരെ എയർ ഉണ്ട്? നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം കാണുന്നുണ്ടല്ലേ? ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. അവിടെ വരെ, ആ സ്റ്റാറുകളുടെ അടുത്ത് വരെ ഒക്കെ അത്രയും ഡിസ്റ്റൻസിൽ എയർ ഇങ്ങനെ നിൽക്കുകയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എയർ എവിടെ വരെ ഉണ്ടെന്നാ? സോ ഏർത്തിലാണല്ലേ നമ്മൾ ജീവിക്കുന്നത്? എവിടെയാണ്? നമ്മൾ ഏത് പ്ലാനറ്റിലാണ് ഉള്ളത്? നമ്മൾ ഏർത്തിലാണ് അല്ലേ ഉള്ളത്?
നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മൾ ഏർത്തിലാണ് അല്ലെ, നമ്മൾ ഏർത്താണ് ഞാൻ വരച്ചത്. അപ്പം നമ്മൾ നിൽക്കുന്നത് ഏർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലാണ്. ആൻഡ് നമ്മുടെ ചുറ്റും ആരുണ്ട്? ഒരു എയറിന്റെ ഒരു ഏർത്ത് എന്ന് പറയുമ്പോൾ തന്നെ ചുറ്റും ആരുണ്ടെന്ന് അറിയോ? അറ്റ്മോസ്ഫിയർ ഉണ്ട്. സോ നമ്മൾ നിൽക്കുന്നത് എർത്തിലാണ്, നമുക്ക് ചുറ്റും ആരുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. കുറേ കിലോമീറ്റേഴ്സ് വരെ എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. കുറേ ഡിസ്റ്റൻസിൽ ആരുണ്ട്? അറ്റ്മോസ്ഫിയർ. അറൌണ്ട് 460 അപ്പുറത്തേക്കൊക്കെ എന്തുണ്ട്? അത്രയും കിലോമീറ്റേഴ്സ് അപ്പുറം വരെ ആരുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ ഈ ഒരു ലെവലില്, നമ്മൾ ഈ സർവൈവ് ചെയ്യുന്ന ഈ ഒരു ലെവലിലുള്ള എയർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് വേണ്ട, നമ്മുടെ നീഡിന് വേണ്ട എല്ലാ തരത്തിലുള്ള കണ്ടന്റും ഉള്ള എന്തായിരിക്കും? എയർ ആയിരിക്കും നമ്മുടെ ചുറ്റിലുമുള്ളത്. പക്ഷെ നമ്മൾ ദൂരേക്ക് മേലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞേ, our earth is surrounded by a thin layer of air അല്ലെ? ഒരു എയറിന്റെ ഒരു ലെയർ ഉണ്ട് നമ്മുടെ ചുറ്റും. എർത്തിന് ചുറ്റും എന്തുണ്ട്? എയറിന്റെ ഒരു തിൻ ലെയർ ഉണ്ട്. This layer extends up to too many kilometers above the surface of the earth and is called atmosphere. Okay. ഒരുപാട് കിലോമീറ്റേഴ്സ് അല്ലെ, 480 കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഉണ്ട്. അപ്പം കുറേ കിലോമീറ്റേഴ്സ്, നിങ്ങൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരമുണ്ട്? ഒരുപാട് ദൂരമുണ്ട് അല്ലെ? സോ അതുപോലെ ഒരുപാട് കിലോമീറ്റർ എബോ ആയിട്ട് നമ്മുടെ എർത്തിന്റെ സർഫസ്, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം തൊട്ട് മേലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കിലോമീറ്റർ വരെ ഒരു തിൻ ലെയർ ഓഫ് എന്തുണ്ട്? എയർ ഉണ്ട്. ആ ഒരു ലെയറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണല്ലേ നമ്മുടെ അറ്റ്മോസ്ഫിയർ, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ നമ്മുടെ ഒരു സർഫസിന്റെ മേലെയുള്ള ഒരു തിൻ ലെയർ ഓഫ് എയറിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് കുറെ കിലോമീറ്റേഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ആസ് വി മൂവ് ഹയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ദ എയർ ഗെറ്റ്സ് റെയർ അല്ലെ. നമ്മൾ മേലേക്ക് പോകുന്ന സമയത്ത് എയർ എന്താവും? കുറഞ്ഞു വരും അല്ലെ. എയറിന്റെ എമൗണ്ട് കുറഞ്ഞിട്ട് വരും. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മേലെ ഈ അഡ്വഞ്ചറസ് ട്രിപ്പിനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, മേലേക്ക് ഇങ്ങനെ കുന്നും മലയൊക്കെ കയറി പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ? കുറേ ദൂരം പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ? നമ്മുടെ ചെറിയ കുന്നുകളൊന്നും അല്ല, ഈവൻ അത് കയറുമ്പോ പോലും നമുക്ക് ക്ഷീണമാണ് അല്ലെ. പക്ഷെ നല്ല കുന്നും മലയൊക്കെ കയറി പോകുന്ന അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ they will carry an oxygen mask അല്ലെ. അവരെപ്പോഴും എന്ത് ഉണ്ടാവും? അവര് എയറിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ടാവുമായിരിക്കും അല്ലെ. കാരണം എന്താ? മേലേക്ക് പോകുന്ന സമയത്ത് എന്താ? അതിന്റെ ഒരു കോമ്പസിഷൻ കുറയും അല്ലെ, നമുക്ക് ഓക്സിജൻ കിട്ടാതെയൊക്കെ ആവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവര് ഈ ഒരു സാധനം എന്ത് ചെയ്യും? കൂടെ കൊണ്ടുപോകും. അവർ ക്യാരി ചെയ്യും ഓക്സിജൻ with them അല്ലെ. Mountaineers carry oxygen cylinders with them while climbing high mountains. Why? എന്തുകൊണ്ടാ? as we move higher in the atmosphere the air gets rarer അല്ലെ. നമ്മൾ മേലേക്ക് പോകുന്ന സമയം, മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ മേലെയല്ലേ, താഴെയാണോ മൗണ്ടെയിൻ? അല്ല, മേലെയാണ്. മേലേക്ക് പോകുന്നതിനനുസരിച്ച് എയർ കുറയും. സോ എന്താണ്? അവര് ഓക്സിജൻ സിലിണ്ടേഴ്സ് അവർക്ക് വേണ്ടേ. നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലെ. നമുക്ക് ബ്രീത്ത് ചെയ്യാതെ നിൽക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ബ്രീത്ത് ചെയ്യാതെ നിന്ന് നോക്കിയേ, ഒരു 1 മിനിറ്റ് നിങ്ങൾ ബ്രീത്ത് ചെയ്യാതെ നിന്ന് നോക്കിയേ, കണ്ണടച്ചൊന്ന് ബ്രീത്ത് ചെയ്യാതെ നിന്ന് നോക്കിയേ. പറ്റില്ല അല്ലെ. ബ്രീത്ത് ചെയ്യാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലെ. അപ്പൊ മേലേക്ക് പോകുന്ന സമയത്ത് ഓക്സിജൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ താഴേന്നേ എന്ത് കൊണ്ടുപോകണം? ഓക്സിജൻ കൊണ്ടിട്ട് മേലെ പോകണം. എന്നാൽ മാത്രമേ മേലെയുള്ള സമയത്ത് അവർക്ക് ഓക്സിജൻ കിട്ടുള്ളൂ. സോ മൗണ്ടേനിയേഴ്സ് എന്ത് ചെയ്യും? they will carry oxygen cylinders with them അല്ലേ. ക്ലിയർ? സോ ഇതാണ് എയറിനെ പറ്റി മിസ്സിന് പറയാനുള്ളത്. ഒരു ഇൻട്രഡക്ഷൻ പോർഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താ? എയർ നമുക്ക് ചുറ്റും എല്ലായിടത്തും ഉണ്ട്. എയറിന് നിൽക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു. എയറിന് നിൽക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് എന്താ? എയറിന് നിൽക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് എന്താ? നമ്മളൊരു എം ടി ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നോക്കി, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അപ്വേർഡ് ഡൗൺ ആയിട്ട് ഡിപ്പ് ചെയ്ത് നോക്കി, വെള്ളം കയറിയില്ല.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ആ ബോട്ടിൽ ടിൽറ്റ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് കുറച്ച് എയർ ബബിൾസ് എസ്കേപ്പ് ആയി ആൻഡ് ആ വെള്ളത്തിനകത്ത്, ആ ബോട്ടിലിനകത്തേക്ക് വെള്ളം കയറുകയും ചെയ്തു. ദാറ്റ് മീൻസ് എയറിന് ഒക്യുപ്പൈ ചെയ്യാൻ എന്ത് വേണം, സ്പേസ് വേണം അല്ലെ. പിന്നെ മൗണ്ടൈനിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഓക്സിജനും കൊണ്ടാണ് മേലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കി. നമ്മുടെ ചുറ്റും എയർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ലെയറിനെ എന്താ പറഞ്ഞത്, കിലോമീറ്റേഴ്സ് എബോവ് ഇങ്ങനെ എയറിന്റെ ഒരു ലെയർ ഉണ്ടായിരുന്നില്ലേ, അതിനെന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് വിളിച്ചു അല്ലെ, അറ്റ്മോസ്ഫിയർ എന്ന് വിളിച്ചു. ആൻഡ് മേലേക്ക് പോകുന്ന ആൾക്കാര് ഓക്സിജൻ സിലിണ്ടേഴ്സും കൂടെ അവരുടെ കൂടെ കൊണ്ടുപോകും. അതിന്റെ ഒരു ഇമേജ് ഒക്കെ കണ്ടു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ, മേലേക്ക് പോകുന്നതിനനുസരിച്ച് ഓക്സിജന്റെ അവൈലബിലിറ്റി അത് കിട്ടുന്നത് കുറവായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, അവര് ഓക്സിജനും കൊണ്ട് ക്യാരി ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മള് ഫസ്റ്റ് സെഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ എയറിനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനുണ്ട്. We'll discuss that in another session. Okay.